Hi all, this is Cyril Savio. Welcome to my new video. ഇന്ന് ഞാനൊരു വെറൈറ്റി സൈക്കിൾ റൈഡിന് പോവുകയാണ്. നമ്മൾ പലരും സൈക്കിൾ ചവിട്ടുന്ന വ്യായാമത്തിനും അല്ലെങ്കിൽ പുതിയ സ്ഥലങ്ങൾ സന്ദർശിക്കുവാനും മറ്റേതുമായിട്ടായിരിക്കും. എന്നാൽ ഇന്ന് അതിനുമെല്ലാം അപ്പുറം ഞാൻ എൻ്റെ ഈ സൈക്കിൾ റൈഡ് നടത്തുന്നത് കലയും രാജ്യസ്നേഹവും എല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു വേറിട്ടൊരു സൈക്കിൾ റൈഡാണ്. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ഇന്നത്തെ ഈ സൈക്കിൾ യാത്ര ഏകദേശം 92 കിലോമീറ്ററോളം ദൂരമുള്ളതാണ്. ഈ യാത്ര ഇംഗ്ലണ്ടിലെ മാൻസ്ഫീൽഡ് എന്ന ചെറിയ പട്ടണത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ അടുത്തുള്ള ചെറിയ ഗ്രാമങ്ങളായ ബ്ലിഡ്വർത്ത്, ഫ്രാൻസ്ഫീൽഡ്, എഡിംഗ്ലി കവർ ചെയ്ത് മാൻസ്ഫീൽഡിൽ തന്നെ അവസാനിക്കുന്നൊരു യാത്രയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ യാത്രയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ സൈക്ലിംഗ് സോഫ്റ്റ്വെയറായ സ്ട്രാവയിൽ ഇന്ത്യയുടെ ഭൂപടം, ഇന്ത്യയുടെ മാപ്പ്, ഇന്ത്യയുടെ ഔട്ട്ലൈൻ, ഏകദേശം ഒരു നല്ലൊരു ഔട്ട്ലൈൻ വരയ്ക്കുക എന്നുള്ളതാണ്. എൻ്റെ ഈ റൈഡ് 92 കിലോമീറ്റർ റൈഡ് പൂർത്തിയാവുന്നതോടൊപ്പം ഇന്ത്യയുടെയും മാപ്പ് സ്ട്രാവയിൽ പൂർത്തിയാക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രധാന ലക്ഷ്യം. എൻ്റെ ഈ സൈക്കിൾ റൂട്ട് ഇന്ത്യയുടെ മാപ്പായി മാറുന്നത് കാണാൻ നിങ്ങളും തയ്യാറാണോ? എന്നാൽ സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു. മാൻസ്ഫീൽഡിൽ നിന്ന് സൈക്കിൾ യാത്ര തുടങ്ങിയിട്ട് ഏകദേശം 10 കിലോമീറ്റർ പിന്നിട്ട് കഴിഞ്ഞു കേട്ടോ. ഇനി ഞാൻ പോകുന്നത് ബ്ലിഡ്വർത്ത് എന്ന മനോഹരമായ ഗ്രാമത്തിലേക്കാണ്. ഇവിടുത്തെ ഗ്രാമപ്രദേശങ്ങളുടെ ഭംഗി എപ്പോഴും ഉണ്ടല്ലോ, മനസ്സിന് ഒരു കുളിർമയേകുന്ന ഒരു വേറിട്ട അനുഭവമാണ്. അത് വാക്കുകളിൽ കൂടെ വർണ്ണിക്കാൻ പറ്റിയൊരു കാര്യമേ അല്ല. അത് പ്രത്യേകിച്ച് നമ്മൾ അനുഭവിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ഈ നാട്ടിൻ പുറത്തോട്ട് ഞാനിങ്ങനെ സൈക്കിൾ ഓട്ടുമ്പോഴോ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ സഞ്ചരിച്ചിരുന്ന ആ നാട്ടുവഴികളും കൂട്ടുകാരത്ത് കളിച്ചിരിച്ചിരുന്ന ആ ഒരു നല്ല കാലമാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ അത്തരം വഴികൾ ഓർമ്മ മാത്രമായി മാറുന്നുണ്ടല്ലോ. ഇവിടെയും അവർ എത്ര കൃത്യതയാണ് ഇത് കാത്തു സൂക്ഷിക്കുന്നതെന്നോ കാണുമ്പോൾ അത്ഭുതം തോന്നാറുണ്ട്. ഇന്ന് ഞാൻ സഞ്ചരിക്കാൻ പോകുന്ന പല വഴികളും സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോഴൊക്കെ ഞാൻ ഓർത്തു പോകും, നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ ഇതുപോലെ മറ്റൊരാളുടെ പറമ്പിലൂടെ ഒരു പൊതുവഴി സാധ്യമാകുമോ എന്ന്. ഇങ്ങനെ ഈ ഗേറ്റ് തുറന്നിട്ട് വേണം നമുക്കിനി മുമ്പോട്ടേക്കുള്ള യാത്ര. അപ്പോൾ ഇങ്ങനെയുള്ള പല ഗേറ്റ്സും ഉണ്ടാവും ഇവിടെ നമ്മൾ ഈ യാത്രകളിൽ, ഇതുപോലത്തെ ഉള്ള ഈ കൊച്ചു നാട്ടുവഴികളിൽ. അതെന്ന് വെച്ചാൽ മെയിനായിട്ട് ഈ ഷീപ്പ്, പശു അങ്ങനെയുള്ള മൃഗങ്ങളൊന്നും ക്രോസ് ചെയ്ത് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പറമ്പിൽ നിന്ന് വേറൊരു ആളുടെ പ്രോപ്പർട്ടിയിലേക്ക് കയറാതിരിക്കാൻ കൂടെയുള്ള ഇതാണ്. ഓക്കെ, സോ ഇന്ന് നല്ലൊരു സണ്ണി ഡേ ആണ്. ഞാൻ ഈ ചെയ്യാനിരിക്കുന്ന റൈഡ് ഒരു 10 ദിവസം മുമ്പ് ചെയ്യാൻ വേണ്ടിയിരുന്നായിരുന്നു. നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേയാണ്. പക്ഷേ അന്ന് ഞാൻ ചെയ്ത മാപ്പ് ഡ്രോ ചെയ്ത് അത്ര ശരിയായില്ല. ബിക്കോസ് ഇതിന് കുറച്ച് സമയം എടുത്തു വരച്ച് വരാനായിട്ട്. പബ്ലിക് ഫുട്പാത്താണ്, നോട്ടിംഗ്ഹാം കൗൺസിലിൻ്റെ അണ്ടറിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ സേഫായിട്ട് പോവാം. പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, പക്ഷേ പബ്ലിക് ഫുട്പാത്താണ്. നോ വറീസ്. നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നോക്കേണ്ടി വരും നമ്മളിങ്ങനെയുള്ള സ്ഥലങ്ങൾ റൈഡ് ചെയ്യുമ്പോൾ. ഫുട്പാത്ത് വല്ലാത്തൊരു ഫുട്പാത്താണ്. ഇതേപോലെ എൻ്റെ സൈക്കിൾ എങ്ങനെ പോവും? ഒന്ന് ഹാൻഡിൽ കുറച്ച് വലുത് അറിയത്തില്ല, അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സൈക്കിളിൽ നിന്ന് ഇറങ്ങി ഉന്തിയാലേ കാര്യം നടക്കത്തുള്ളൂ. This is cool. Insane. ഓക്കെ, സൈക്കിൾ ലിഫ്റ്റ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. ഇതൊരു ചതിയായി പോയല്ലോ. ഇതിൽ കൂടെ എൻ്റെ സൈക്കിളിൻ്റെ ഹാൻഡിൽ കുറച്ച് വലിയ ഹാൻഡിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ കൂടെ പോവുക എന്ന് പറഞ്ഞാൽ കുറച്ച് ശ്രമകരമായ ഉദ്യമമാണ്. അതിന് കുഴപ്പമില്ല, ഇനി പോകാൻ തോന്നുന്നു അല്ലേ. ലുക്ക് അറ്റ് ദിസ് മാൻ. സൂപ്പറാട്ടോ, നല്ല അടിപൊളി വഴി. എന്താ രസം. നമ്മൾ ഭയങ്കര നാരോ കൂടെ മാറി റോഡാണ്. ചെയ്യാൻ പറ്റുന്ന വഴിയാണ്. പയ്യെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെയും ചെറിയൊരു ഗേറ്റ് ഉണ്ട് കേട്ടോ.
തുറക്കണം നമുക്ക്. അകത്തേക്കാണ് തുറക്കുന്നത്. ഇത് ഭയങ്കര ഹൈടെക്കാലോ. ഇപ്പോൾ സൈക്കിൾ എടുത്ത് പൊക്കി വെക്കണം, എങ്കിൽ മാത്രമേ ഇത് കിടക്കാൻ പറ്റത്തുള്ളൂ. എങ്ങനെ പോവല്ലെങ്കിലും. ഓക്കെ, ലെറ്റ് മീ ട്രൈ. സൈക്കിൾ അത്യാവശ്യം നല്ല ഹെവി സൈക്കിളാണ്. സോ ലിഫ്റ്റ് ചെയ്യാം. ഇവിടെ ചെറിയൊരു ഇവിടെ ഉടക്കാൻ ചാൻസ് ഉണ്ട്. നല്ലപോലെ ചെറിയ മരത്തിൻ്റെ ചില്ലയൊക്കെ ഉള്ള കാരണം ട്രൈ ചെയ്ത് നോക്കാം. സൈക്കിളൊക്കെ മൊത്തം ഒന്ന് പോറും. ഇതുപോലുള്ള ഗേറ്റ് ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യമായിട്ട് ഇങ്ങനത്തെ ഗേറ്റ് ഉണ്ടാവില്ല. നമുക്ക് സുഖമായിട്ട് സൈക്കിൾ കൊണ്ട് പോകാവുന്ന സൈക്കിൾ ഇപ്പം ഹോഴ്സ് റൈഡേഴ്സിനും ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സാധാരണ കാണാം. വീണ്ടും അല്ല കടന്നു പോകാമെന്ന് തോന്നുന്നു. ഓക്കെ, നമ്മൾ വരുന്ന വഴി പോകുന്ന വഴിയൊക്കെ തന്നെയല്ലേ. ഇവിടെ ആ സംഭവം ഇല്ല കേട്ടോ, കുഴപ്പമില്ല. ഇവിടെ കുറച്ച് പശുക്കളെ കാണാമല്ലോ. ഈ ഭാഗത്തിലേക്ക് ഞാനിപ്പോൾ ഈ താമസിക്കുന്ന ടൗണിൻ്റെ ഈ ഭാഗത്ത് അധികം തന്നെ ആടും ഹോഴ്സുമാണ് പോകുന്നത്. പശുക്കൾ കുറവാതെ കുറച്ചുള്ളൂ. കുറച്ച് മാറിയുണ്ട് കേട്ടോ, ഇങ്ങോട്ടുണ്ട്. പക്ഷേ ഈ 20 മീറ്റേഴ്സും കഴിഞ്ഞിട്ടാണ് ഈ പൂഴിമണ്ണ് ചൊറി കണ്ണുണ്ട്. കടിച്ച് മോനെ കടിച്ച് ചൊറി കണ്ണം കടിച്ച്. കുഴപ്പമില്ല, സൈഡിലൂടെ മാറ്റിക്കിട്ടു. അടിപൊളി. നിറയെ പൊടിമ. നമുക്ക് സൈക്കിൾ പോകുന്നില്ല, ചവിട്ടിയിട്ട് നീങ്ങുന്നില്ല. അത് ടയറും കൂടി താന്നു പോയിട്ട്. ഈ വഴി കൂടെ തന്നെയല്ലേ അതോ? 1 സെക്കൻഡ്. ഇവിടെ വഴിയൊന്നും ഇല്ല, അത് വേറെ കാര്യം. ഓക്കെ, ഉണ്ട്. ഇവിടെ വരുമ്പോൾ ജോയിനുണ്ട്. ഇവിടെ നിന്ന് നമ്മളിങ്ങോട്ട് ഇവിടെ നിന്ന്. ഓക്കെ, ഗുഡ് ബോയ്സ്. പോട്ടെ, അടിച്ചെനിക്കങ്ങ് പോവാം. സെറ്റ് പോട്ടെ. ഈ റൂട്ടൊക്കെ മെയിനായിട്ട് ഹൈക്കിംഗ് റൂട്ടാണ് കേട്ടോ. ഈ ട്രെയിലൊക്കെ ഓൾറെഡി ഇവിടെ ലിസ്റ്റ് കാണാം. അതാണ് നമ്മളിത് വരച്ചപ്പോൾ തന്നെയായാലും ഓൾറെഡി വന്നത് മാപ്പേ. പ്രോപ്പർട്ടി ഒന്നുമല്ല, ഇതൊരു കൗൺസിലിൻ്റെ തന്നെ റിസർവ് സ്ഥലമാണ്. ന്യായമായ രീതിയിൽ ചോദ്യം പറ്റുന്നുണ്ട്. ഓ കർത്താവേ, കുട്ടികളുടെ ചോദ്യം നല്ല കേട്ടോ. ചെറിയൊരു മാറ്റമുണ്ട്. അപ്പോൾ ഗൈസ്, ഇപ്പോൾ ഞാൻ മാൻസ്ഫീൽഡിൽ നിന്ന് യാത്ര തുടങ്ങി അടുത്ത വില്ലേജായ ബ്രിഡ്വർത്ത് കൂടിയാണ് ഇപ്പോൾ പോകുന്നത്. വഴി അത്യാവശ്യം നല്ല വീതിയുള്ള വഴിയാണെങ്കിലും ചവിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. നല്ല പരുക്കനായിട്ടുള്ള കല്ലുകളാണ്. ടയർ കയറി കഴിയുമ്പോൾ തെങ്ങി പോവാം. ഓക്കെ, സോ എന്തായാലും സൈക്കിളിൽ നിന്ന് ഇറങ്ങി ഒന്നുകൊണ്ട് വരും. കോംസ് ഊട്ടിക്കോണയാണ് പാസ് ചെയ്യുന്നത്.
കണ്ണം എൻ്റെ കണ്ണേ. ഓ ഓ ഓ ഓ, ഇത് ചാടി ഇറങ്ങി പോവോ? വേണ്ട, സൈക്കിളിൻ്റെ ഷോക്ക് കളയണ്ട. എൻ്റെ സൈക്കിള് MTV അല്ല, അത് കാരണം MTV ആണ് നമുക്ക് സുഖമായിട്ട് ഇത് ചാടി പോകാറുണ്ട്. നമുക്ക് വേണമെങ്കിൽ ചാടിക്കാം, പക്ഷേ എനിക്ക് ഇനി റൈഡ് കണ്ടിന്യൂ ചെയ്യാനുള്ളത് കാരണം ഞാൻ ആ ഉദ്യമത്തിന് തയ്യാറാവുന്നില്ല. ഓക്കെ, വാ, ലുക്ക് അറ്റ് ദിസ്. ഓക്കെ, ഇത് എനിക്കൊന്ന് ചോളമുണ്ട്, പിന്നെ എന്താണ് ചോളവും പിന്നെ ഗോതമ്പുമാണെന്ന് തോന്നുന്നു. പിന്നെ ചിലത് ഉരുളക്കിഴങ്ങുണ്ട്. മീൻ കൃഷിയായിട്ട് ഇവിടെ പറയുകയും ചെയ്യുമ്പോൾ ഇവിടെ ചെറിയൊരു ബെഞ്ചുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് തന്നെ നോക്കി എന്നാ ബ്യൂട്ടിയാണ്. നോക്കി നമുക്ക് കുറച്ചൊന്ന് ആസ്വദിച്ചിട്ട് പോകാം. ഞാൻ സാധാരണ എൻ്റെ ഇങ്ങനത്തെ സൈക്കിൾ യാത്രയിലൊക്കെ ഞാൻ ധൃതി പിടിച്ച് എത്രയും പെട്ടെന്ന് നമുക്ക് യാത്ര സ്റ്റാർട്ട് ചെയ്ത് വീട്ടിൽ തിരിച്ചെത്തുക എന്നുള്ളത്. ഇന്ന് അങ്ങനെയില്ല. ഇന്ന് വളരെ കൂളായിട്ട് പോകുക എന്നുള്ളത്. ഇന്ന് ഞാൻ ആവറേജ് സ്പീഡ് നോക്കുന്നില്ല, വളരെ കൂളായിട്ട് പോവുക. ഓക്കെ, ഇപ്പോൾ ഏകദേശം 35 കിലോമീറ്ററോളം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. മാക്സ്വെല്ലിൽ നിന്ന് യാത്ര തുടങ്ങി. പിന്നെ നമ്മളിപ്പോൾ ഇന്ത്യയുടെ മാപ്പിൻ്റെ ഔട്ട്ലൈൻ ആണെന്ന് വരയ്ക്കുന്നത്. എല്ലാ സ്റ്റേറ്റ്സിലും പോകാൻ പറ്റത്തില്ല. സോ നമ്മൾ അങ്ങനെ നോക്കുവാണെങ്കിൽ നമ്മൾ ജമ്മുവിൽ നിന്ന് തുടങ്ങി, കാശ്മീരിൽ നിന്ന് തുടങ്ങി, പറയുന്നത് ഉത്തരാഖണ്ഡ് കൂടി, ഉത്തർപ്രദേശിൻ്റെയൊക്കെ ഔട്ട്ലൈൻ ബീഹാർ, സിക്കിം കഴിഞ്ഞിപ്പോൾ അരുണാചൽ പ്രദേശിൻ്റെ ഔട്ട്ലൈനാണ് നമ്മൾ പറയുന്നത്. അന്നപൂർണ്ണ സർക്യൂട്ടൊക്കെ വരുന്ന ആ ഒരു ഭാഗം ഏകദേശം ആ റൂട്ടിൽ കൂടിയാണ് ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഏകദേശം ഔട്ട്ലൈനാണ് വരയ്ക്കുന്നത്. ഇന്ത്യയുടെ ഒരു നോർത്തേൺ ആൻഡ് ഈസ്റ്റേൺ പാർട്ടിൻ്റെ ഒരു ഭാഗമുണ്ടല്ലോ, അവിടുത്തെ ഒരു ആക്യുറസിക്ക് വേണമെങ്കിൽ ഈ റൂട്ട് കൂടെ വരുന്നു പോകാനായിട്ട് ആക്ച്വലി. ബട്ട് ഈ റൂട്ട് ക്ലോസ് ആണ്. അപ്പോൾ എൻ്റെ രണ്ട് മാപ്പ് ഒരു അൾട്ടർനേറ്റീവ് മാപ്പും കൂടി ഉണ്ടായിരുന്നു. ഓൾറെഡി ഞാനിത് ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ കാണാമായിരുന്നു ഈ സംഭവം ഇങ്ങനെ പൂട്ടിയിട്ടിരിക്കുന്ന ഗേറ്റ്. സോ ഞാൻ നോക്കുമായിരുന്നു എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്ന്. പക്ഷേ ഇതും കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊരു ഒരു ആക്യുറസി കിട്ടുമായിരുന്നുള്ളൂ. എന്തായാലും നമുക്ക് ആ ഒരു ആക്യുറസി എന്തായാലും കിട്ടാൻ ചാൻസ് ഇല്ല. എന്നാലും നമുക്ക് ശ്രമിക്കാം. അപ്പോൾ ഞാൻ ആൾട്ടർനേറ്റീവ് റൂട്ട് വഴി ഞാൻ പോവുകയാണ്. വെതർ പയ്യെ മാറി തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഓക്സ്റ്റൺ വില്ലേജിലാണുള്ളത്. ചെറിയ പബ്ബും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നേരത്തെ മിസ് ചെയ്ത് റൂട്ടിലേക്ക് പോകാനുള്ള ഭാഗം നടത്തുന്നു. വെറൈറ്റി അല്ലോ ഇത്. എന്താ പരിപാടി ഇത് അറിയത്തില്ലല്ലോ. പെട്രോൾ സ്റ്റേഷൻ വല്ലതാണോ ഇത്? പഴയ ഇതിനും കൊള്ളാമല്ലേ. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു. ഉറപ്പായിട്ടും പണി കിട്ടിയെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് ഡൈവേർഷൻ എടുക്കേണ്ടി വരും. അതൊന്നും സംഭവിച്ചില്ല, താങ്ക് ഗോഡ്. ഏകദേശം ഇത്രയും ദൂരം വന്നു കഴിഞ്ഞിട്ട് ഇത്രയും റൂട്ട് വന്ന ശേഷം നമുക്കൊരു ആക്യുറസി കിട്ടിയതിൽ പിന്നെ ഒരു വിഷമം ഉണ്ടാവില്ലേ. ഇപ്പം എന്തെങ്കിലും ഒരു ചെറിയ സ്നാക്കൊക്കെ കഴിച്ചിട്ട് പോകാതിരിക്കുന്നതല്ല. ഞാൻ സാധാരണ റൈഡ്സിനൊക്കെ ഇങ്ങനെ പോകുമ്പോൾ മിക്കവാറും ചെറിയ ലൈക്ക് പ്രോട്ടീൻ ബാറ്, പിന്നെ ഒരു ബനാന, 1-2 ബനാനാസ്, പിന്നെ കുറച്ചും ദൂരം കൂടിയ റൈഡ്സ് ആണെങ്കിൽ നഗറ്റ്സ്, ഫിഷ് ഫിംഗേഴ്സ് അങ്ങനെയുള്ളതൊക്കെ ഫ്രൈ ഉണ്ട്. ഇപ്പോൾ ഈസി ആയിട്ട് ക്യാരി ചെയ്യാം. പിന്നെ 100 കിലോമീറ്റർ പ്ലസ് ആണെങ്കിൽ എപ്പോഴെങ്കിലും കോഫി കുടിക്കുക. ഒരു കോഫിയും കേക്കും കഴിച്ചാൽ എനർജി വീണ്ടും റീഫില്ലായി. എന്ത് രസമല്ലേ ഇവിടെ കാണാനായിട്ട്. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് കൂടെ പോവാം. കുറച്ച് എനർജിയും കയറ്റി. ഒരു പഴമുണ്ട്. ഒരു പഴമൊക്കെ കഴിച്ച് പയ്യങ്ങ് സ്ഥലം പെടാം.
നല്ല സണ്ണി ഡേയിൽ ഇപ്പോഴും കാണാൻ നല്ല രസമാണ്. പക്ഷേ നല്ല സണ്ണി ഡേയിൽ എന്തായിരിക്കും രസമല്ലേ? അതുപോലെ ഞാൻ ഇതിൻ്റെ ഒരു ഫോട്ടോ കണ്ടായിരുന്നു, നിറയെ മഞ്ഞ് പൊതിച്ച് കിടക്കുന്നു. എപ്പോഴും സ്നോ ഉണ്ടാവാറില്ല, പക്ഷേ സ്നോ ഉള്ള സമയത്ത് നിറയെ മഞ്ഞായിട്ട്. ആദ്യം ഇത് എവിടെ ചെന്ന് എൻ്റെ പാവെന്ന് മാത്രം എനിക്ക് അറിയത്തില്ല. ഓക്കെ, ഓ ഷോക്കാണ്, ഓൺ ആൾക്കാർ മറന്നുപോയി. ബിക്കോസ് കയ്യിലേക്ക് നല്ല ചേർക്ക് വരുന്നുണ്ട്. ഓ ഓണാക്കിയേക്കാം. നമ്മുടെ ഈ പാടവും കണ്ടോന്നൊക്കെ പറയത്തില്ലേ, അത് തന്നെ. എന്തായാലും അവർ മിക്കവാറും തന്നെ വീറ്റ് ആയിരുന്നായിരിക്കും. വീറ്റ് അല്ലെങ്കിൽ റൈസ് പോലെ ചുരുക്കമുള്ളതെന്ന് തോന്നുന്നു. കൂടുതൽ വീറ്റാണ് ഇവിടെ. അടിപൊളിയായിരുന്നു കേട്ടോ, വെരി ഗുഡ്. ഇന്നത്തെ ഒരു വെതർ മാറി, നല്ല കാറ്റടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം 11 മണിയായി. നമ്മൾ 42 കിലോമീറ്റർ കംപ്ലീറ്റ് ആയേ ഉള്ളൂ. ഇനിയും നമുക്ക് ഒരു 50 കിലോമീറ്ററോളം പോകണം. ഓക്കെ, നേരത്തെ നമ്മൾ ആദ്യം വന്ന വഴി നമ്മൾ മിസ് ചെയ്യുകയായിരുന്നെങ്കിൽ നമ്മൾ ഈ വഴി കൂടെ, ആദ്യത്തെ വഴി നേരത്തെ കാണിച്ചില്ലായിരുന്നു, ആ ഡോർ അടഞ്ഞു കിടന്നു. അതായത് നമ്മൾ ഇതിൽ കൂടെ ഈ കയറ്റം ചവിട്ടി കയറ്റി മറ്റേ റൂട്ട് കൂടെ ഇറങ്ങി പോകണമായിരുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ റൂട്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും ഒരു ഡിഫിക്കൽട്ട് പാർട്ട് അല്ലെങ്കിൽ ഒരു ആക്യുറസി വേണ്ട ഒരു പാർട്ടാണ് ഇപ്പോൾ കംപ്ലീറ്റ് ആയിരിക്കുന്നത്. ഏകദേശം ഇനി നമ്മളിങ്ങനെ കോസ്റ്റൽ ലൈൻ പിടിച്ച്, ഇന്ത്യയിലെ കോസ്റ്റൽ ലൈൻ പിടിച്ച് ഇങ്ങനെ ഒറീസ, പിന്നെ കർണാടക, തമിഴ്നാട്, അങ്ങനെയൊക്കെ പിടിച്ച് കേരളം, അങ്ങനെ നമ്മൾ പിടിച്ച് പോകുമ്പോൾ കേട്ടോ. ചെറുതായിട്ട് ഇടയ്ക്ക് ഒന്ന് വഴിയൊന്ന് തെറ്റിപ്പോയി. അപ്പോൾ ഞാൻ പെട്ടെന്ന് റീറൂട്ടായി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി തെറ്റിപ്പോയി. പക്ഷേ ഞാനൊരു ഏകദേശം 1 കിലോമീറ്റർ മുന്നോട്ട് പോയപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. അതേ നട്ടിട്ട് 2 കുഞ്ഞു മൊയിലുകൾ. ആ ഒരു മൂമെൻറ്റിൽ എനിക്കാണെങ്കിൽ ഭയങ്കര ഡെസ്പായിരുന്നു. ദൈവമേ, നമ്മൾ റീറൂട്ട് ആവുകയും ചെയ്തു. മൊത്തത്തിലൊരു എന്നാ പറയുന്ന ഒരു ഔട്ട്ലൈൻ നോക്കിയപ്പോൾ നമ്മൾ യാത്ര തുടങ്ങിയപ്പോൾ കണ്ടതല്ല അതിൻ്റെ റിസൾട്ട് വരുന്നത്. ജസ്റ്റ് എൻ്റെ കണ്ണൊന്ന് ഞാനൊന്ന് മാറ്റിയുള്ളൂ സ്ക്രീനിൽ നിന്ന്. 500 മീറ്ററാണ് വഴിയൊക്കെ നമ്മൾ. ഈ വഴി കൂടെ തന്നെയല്ലേ പോലെ? ഒന്ന് ഇറങ്ങിയേക്കാം, ഇറങ്ങിയിട്ടിരിക്കാം. നല്ല ക്ലീൻ വാട്ടറൊക്കെ ആയാലോ, പക്ഷെ ഇറങ്ങാൻ പറ്റും. അയ്യോ, പോയില്ല ഗൈസ്, പോയില്ല. ബാലൻസ് കിട്ടി. ബ്രേക്ക് പിടിച്ച് ഫ്രണ്ടിലെ ബ്രേക്കിൻ്റെ ജാമായി പോയി.
രക്ഷപ്പെട്ടു. നമ്മൾ ഈ സ്ക്രീനിലും കൂടെ നോക്കി ഓടിക്കുന്നത് കാരണം ചില സമയത്ത് പല നടപ്പ് വഴിക്ക് പല ഇതുപോലെ ഉണ്ടാവും. എല്ലാം നോക്കി വേണ്ട ഓടിക്കാൻ. ഭയങ്കര രക്ഷപ്പെട്ടു. ഞാനിപ്പോൾ താഴെ വന്നത് ഉൾവൽ സിറ്റി സെൻറ്ററിൽ എവിടെയെങ്കിലും ഒരു കോഫി ഷോപ്പ് കണ്ടുപിടിച്ച് ഒന്ന് ഒരു കോഫി കേക്കൊക്കെ വെച്ച് എനർജി ആയിട്ട് വേണം പോകാനായിട്ട്. അല്ലെങ്കിൽ ഈ 10-30 കിലോമീറ്റർ നമുക്ക് താണ്ടാവുന്നതാണ്. സോ സൈക്കിൾ ചോടാൻ പറ്റുമോ എന്നുള്ള കാര്യം അറിയത്തില്ല. സൂക്ഷിച്ച് വേണം പോകാനായിട്ട്. അല്ലെങ്കിൽ പണി കിട്ടും പോലീസുകാരുണ്ടെങ്കിൽ. കണ്ടിട്ട് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ബിക്കോസ് ഒട്ടുമിക്ക സിറ്റി സെൻറ്ററിൽ നമുക്ക് സൈക്കിളിംഗ് അലൗവല്ല. കോഫി ബ്രേക്ക് എന്നുള്ള പ്ലാൻ ക്യാൻസലായി. ആക്ച്വലി റൂട്ടിൽ സ്പെസിഫിക്കായിട്ട് റൂട്ടിൽ കോഫി ഷോപ്പൊന്നും കണ്ടില്ല. പിന്നെ ഞാൻ ഓഫ് കോഴ്സ് ആകാൻ പോയി. ഓഫ് കോഴ്സ് ആയി കഴിഞ്ഞാൽ പിന്നെ റീറൂട്ട് ചെയ്ത് പ്രശ്നമാക്കുന്നുണ്ട് ആദ്യം. അങ്ങനെയാണ് ചെറുതായിട്ടൊന്ന് ആടുന്നത്. സോ ഇറ്റ്സ് ഓക്കെ. ഇനിയൊരു പ്രോട്ടീൻ ബാറും കൂടി ഇരിപ്പുണ്ട്. 30 കിലോമീറ്റർ അല്ലേ പോകാനുള്ളൂ. സോ മാനേജ് ചെയ്യാവുന്നു. Now it start raining as well. Which way? This one is closing. Okay. So this saying electric fence is here. ഇനി നെക്സ്റ്റ് വില്ലേജ് ആൻസ്ലി എന്ന് പറഞ്ഞ വില്ലേജ്. ആൻസ്ലി ആൻഡ് കെർബി നാഷ്ഫീൽഡ്. നമ്മൾ വില്ലേജ് കയറാതെ എൻ്റെ കൺട്രി സൈഡിൽ കൂടെയാണ് പോകുന്നത്. ഒന്നും അറിയത്തുമില്ല. കുഴി ഏതാ റോഡ്? അയ്യോ, ചെറുതായിട്ട് നടക്കില്ലോ. അടിപൊളി ക്ലൈംബ് ചെയ്തൊരു 30 കിലോമീറ്റർ. അപ്പം നല്ലൊരു കാട്ടിക്കൂടിയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് കേട്ടോ. തൊട്ടപ്പുറത്തോടെ മോട്ടോർവേ പോകുന്നു. അപ്പോൾ ആ കൂടെ വണ്ടി പോകുന്ന സൗണ്ട് ശരിക്കും കേൾക്കാം. സൈക്കിൾ ചവിട്ടാൻ പറ്റുന്നില്ല. പൂഴിമണൽ കാരണം ഒന്ന് കയറ്റമാണ്, പിന്നെ പൂഴിമണലുമാണ്. അത് തെന്നിപ്പോവാം. സോ നൈസായിട്ട് മുന്നോട്ട് പോകുന്നു. ഫുൾ പൈൻ ട്രീസ്. ഓക്കെ, കയറ്റം കഴിഞ്ഞു തോന്നുന്നു. തേനീച്ചയൊക്കെ ഉണ്ടെന്നുണ്ടോ? ചെറിയ തേനീച്ച പറന്നു പോയി. കറക്റ്റ് വഴിയല്ലേടി, മനസ്സിലാവുന്നില്ല. അന്ന് പോകുന്നു കേട്ടോ, കുഴപ്പമില്ല. കുറച്ച് വേണം ചെന്നോട്ട് ചവിട്ടാം. റൈറ്റ് ട്രാക്കാണ്, പക്ഷേ ചവിട്ടാൻ പാകത്തിന് വഴിയില്ല കേട്ടോ. അവിടെ ഒരു കുഴിയാണ്, നടപ്പാത മാത്രമേ ഉള്ളൂ. കുഴപ്പമില്ല. ഒരു വേറിട്ട് അനുഭവമല്ലേ. ഇങ്ങോട്ട് നോക്കാം.
ഭാഗം കൂടി ഒരു വഴി വെട്ടിത്തെളിച്ചിട്ടേക്കണം, കാരണം വലിയ കുഴപ്പമില്ല. ആഹാ, 2 വഴി കാണിക്കുന്നുണ്ട്. നടന്നു കയറാൻ പോലും പറ്റില്ലാത്ത പ്രധാനം, അത്രയും സ്ലിപ്പായി പോകത്തില്ലല്ലോ അല്ലേ. ഷൂസിന് ഗ്രിപ്പുണ്ടെന്ന് തോന്നുന്നു. അയ്യോ, കയറിപ്പോട്ടെ. ഓക്കെ, ഈ ഒരു ഭാഗം കൂടെ കടന്നു കിട്ടി കഴിഞ്ഞാൽ ഏകദേശം എല്ലാം ആയി എന്നുള്ളതാണ്. പിന്നെ പ്രോപ്പറായിട്ടുള്ള സൈക്കിൾ വേ മാത്രമേ ഉള്ളൂ നമുക്ക്. ഈ ഫോറസ്ട്രിയിൽ, ഈ ഒരു പ്ലേസിൽ എന്തായാലും മറ്റേ മാനുണ്ട്. അതിവിടെ നമുക്ക് എമ്മണി കൂടെ പോകുമ്പോൾ കഴിഞ്ഞു കാണാം. ഡിയർ പാസിങ് എന്നുണ്ട്. സോ ഓക്കെ, ക്ലൈംബ് എന്തായാലും കഴിഞ്ഞു എന്ന് തോന്നുന്നു. സൈക്കിൾ ചോട്ടാൻ പറ്റിയൊരു പാച്ചും അല്ലേ. നമുക്കിത് ഇങ്ങനെയല്ലേ പറ്റത്തുള്ളൂ. ഓക്കെ ഗൈസ്, കം ഓൺ, ലെറ്റ്സ് ഗോ. ഓപ്സ്, ഇവിടെയൊക്കെ വെച്ച് വഴി തെറ്റിപ്പോയുണ്ടല്ലോ. പണി വാളിയത് തന്നെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥലങ്ങളും വെക്കുമ്പോൾ വഴി. ഓ, കുഴപ്പമില്ലാത്ത വഴിയിലേക്ക് നമ്മൾ എത്തുക. നടന്ന് ഗൈസ് ഒരു പശു ഫാമിൻ്റെ ഉള്ളിക്കൂടി നമുക്ക് കടന്നു പോകുന്നു. പബ്ലിക് ഫുട്പാത്താന്ന് എഴുതിയിട്ടുണ്ട്. എഴുതി പോകുന്നു. ഏത് ഇനം പശുവാണ് പോലും. കുത്തരുത് കേട്ടോ, ഞാൻ പൊക്കോളാം. എൻ്റെ പെണ്ണ് പശു, ഞാൻ പൊക്കോളാം. ഹലോ ഗൈസ്, പേടിച്ച് ഓടുകയാണ്. പോയി. അങ്ങനെ കുറേ ദൂരം കഴിഞ്ഞപ്പോൾ ഞാനൊരു പ്രോപ്പർ റോഡ് കണ്ടത്. ഞാൻ ഏകദേശം 80 കിലോമീറ്റർ കവറായിട്ടുണ്ട്. ആക്ച്വലായിട്ടും ഓൺ റൂട്ട് 80 അല്ല, ബിക്കോസ് ഒന്നുള്ള സ്ഥലത്ത് വഴി തെറ്റി പോവുകയും അങ്ങനെയുള്ള പ്രശ്നമൊക്കെ ഇപ്പോൾ 12 കിലോമീറ്റർ കുറയ്ക്കാം. 80 കിലോമീറ്റേഴ്സ് കവറായി. ഏകദേശം പറഞ്ഞ് നമ്മൾ ഗോവ ഒക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകണേ, രാജസ്ഥാൻ്റെ ഔട്ട്ലൈൻ വരച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫൈനലി മാൻസ്ഫീൽഡ് ടൗണിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ വളരെ കുറച്ച് ദൂരം കൂടെ. യാത്രയുടെ അവസാന ഘട്ടമായപ്പോഴത്തേക്കും ചെറിയ ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. മെയിനായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സൈക്ലിങ് മാത്രമല്ലായിരുന്നു, ഹൈക്കിങ് പോലെ ഉണ്ടായിരുന്നു. സൈക്കിൾ ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അവസാനം ആൻസ്ലി കഴിഞ്ഞ് ട്രിപ്പ് എടുക്കാറായപ്പോൾ കുറച്ച് ദൂരം സൈക്കിള് ക്യാരി ചെയ്യേണ്ടി ലിഫ്റ്റ് ചെയ്ത് നടക്കേണ്ടി വന്നു. സോ അങ്ങനെയൊക്കെ വന്നു ഇപ്പോൾ ആ ടയർഡ്നെസ് ഉണ്ട്. പക്ഷേ നമ്മുടെ ഒരു പിന്നെ ഒരു ഗോൾ ഉണ്ടായിരുന്നല്ലോ, ഇതിലേക്ക് എത്തിച്ചേരാൻ പോവുകയാണെന്ന് ഓർത്തപ്പോൾ ആ തടസ്സം എല്ലാം മറന്ന് വീണ്ടും ഊർജ്ജസ്വലനായി സൈക്കിളുകൾ ചവിട്ടാൻ പറ്റി. നമുക്കിവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട്, നമ്മളത് കയറി വേണം പോകാൻ. ഇത് റെയിൽവേ ക്രോസിംഗ് ആണ്, നമുക്കത് കയറി വേണം പോകാൻ. ഇനി നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരാൻ ഈ വെറും ചെറിയ ദൂരം മാത്രം. അങ്ങനെ നമ്മൾ നമ്മുടെ ഇന്നത്തെ യാത്രയുടെ ലക്ഷ്യം പൂർത്തിയാക്കിയിരിക്കുകയാണ്. വഴി കംപ്ലീറ്റ് ആയിരിക്കുന്നു. എനിക്ക് ഇന്ത്യയുടെ മാപ്പ് ഔട്ട്ലൈൻ സ്ട്രാവയിൽ തികഞ്ഞു നിൽക്കുകയാണ്. എനിക്ക് എന്തെന്നല്ലാത്ത സന്തോഷം. വീഡിയോ കണ്ടതിനും എൻ്റെ കൂടെ നിന്നതിനും എല്ലാവർക്കും നന്ദി. നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ഇഷ്ടങ്ങളുണ്ടെങ്കിൽ
വ്യത്യസ്തമായ രീതിയിൽ ആഘോഷിക്കാൻ ശ്രമിക്കുക. അതുവഴി നമ്മൾ മെന്റലി കുറച്ചുകൂടെ എന്നാ പറയുന്നത് സ്ട്രോങ് ആവുകയും ബിക്കോസ് ഒരു പ്രത്യേക ചലഞ്ചസ് ഏറ്റെടുക്കും. ഇന്നത്തെ ഈ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഭയങ്കര ഡൗട്ടായിരുന്നു. മീൻസ് വെതർ ഓക്കെ അല്ല, ദെൻ അൺനോൺ റൂട്ട്സ്, പല പല ഫാക്ടേഴ്സ്. ഐ തോട്ട് ഞാൻ ഇപ്പം ചലഞ്ച് ഞാൻ ഫേസ് ചെയ്തില്ലെങ്കിൽ നെക്സ്റ്റ് ടൈം നമുക്ക് എന്തെങ്കിലും കാര്യം വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കത് ആ ചലഞ്ച് ഏറ്റെടുക്കാൻ സാധിക്കുന്നില്ല. സോ കണ്ടിന്യൂ വിത്ത് ദ പ്ലാൻ. നൗ ഫീൽ ലൈക്ക് വെരി സ്ട്രോങ്. സോ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ഇഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ വ്യത്യസ്തമായി ആഘോഷിക്കാനും പൂർത്തിയാക്കാൻ ശ്രമിക്കുക. എൻ്റെ വീഡിയോ കണ്ടതിന് ഒത്തിരി നന്ദി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി അടുത്തൊരു വീഡിയോ വരുന്നവരെ താങ്ക് യു.